നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂട്ടൺസ് ലോസ് ആണ് നമ്മൾ ഡൈനാമിക്സിൽ ന്യൂട്ടൺസ് ലോസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് ന്യൂട്ടൺസ് ലോസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്തിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്നുള്ള ന്യൂ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ന്യൂട്ടൺസ് ലോ, ഫസ്റ്റ് ലോ, അതിനെ ലോ ഓഫ് ഇനർഷ്യ എന്നും പറയും. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് every body continues its state of rest or uniform motion unless it is compelled by an external unbalanced force to change that state. So first law എന്ന് പറയുന്നത് every body continues its state of rest or uniform motion along a straight line unless it is compelled by an external unbalanced force to change that state. ഇവിടെ ഫോഴ്സ് എക്സ്റ്റേണൽ ആയിരിക്കണം, അൺബാലൻസ്ഡ് ആയിരിക്കണം. നെക്സ്റ്റ് ഇനർഷ്യ. ഇനർഷ്യ എന്ന് പറയുന്നത് ദ നാച്ചുറൽ ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമെയിൻസ് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് or uniform motion along a straight line. അതിന് റിയൽ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. ഇനി മൊമെൻറ്റം എന്താണ്? മൊമെൻറ്റം ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മൊമെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി is directly proportional to the applied force and takes place in the direction of force. So force is proportional to rate of change of momentum, or F is proportional to ma. F is equal to kma, where k is a constant of proportionality. If you take k as unity, F equal to ma. Next is Newton's third law of motion. That is, for every action there is an equal and opposite reaction. Newton's third law of motion describes the nature of forces created as the result of mutual and simultaneous interaction between objects. അതിനുള്ള മെയിൻ പ്രോപ്പർട്ടീസും എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഈ മൂന്ന് കാര്യങ്ങൾ ന്യൂട്ടൺസ് ലോസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. From Newton's second law of motion, the net force acting on a system of particles is given by force is equal to change in momentum divided by time. ഫോഴ്സ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡ് ബൈ ടൈം ആണ് ഫോഴ്സ്. dp/dt എന്ന് നമ്മൾ പഠിച്ചു. സോ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡ് ബൈ ടൈമിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇഫ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഈസ് സീറോ, ദെൻ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബിക്കംസ് സീറോ. ഇവിടെ ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഫോഴ്സ് സീറോ ആണെങ്കിൽ എന്ത് വേണം? ന്യൂമറേറ്റർ സീറോ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇല്ല എന്ന് പറയണം. സോ ഇഫ് ദർ ഈസ് നോ ഫോഴ്സ്, ദർ ഈസ് നോ ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇല്ലാത്തിടത്തോളം കാലം ഫൈനൽ മൊമെൻറ്റം which is equal to initial momentum. If there is no force, ഇവിടെ ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെൻറ്റത്തിന് ചേഞ്ച് ഇല്ല. അപ്പോൾ ഇനീഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റം എന്താണോ അത് തന്നെയായിരിക്കും ഫൈനൽ മൊമെൻറ്റം. ഇഫ് there is no net force acting on the system is zero, or if there is no net force or net force acting on the system is zero, then initial momentum should be equal to final momentum. Thus, the law of conservation of momentum states that if the next force acting on the system is zero, its linear momentum remains constant. This is very, very important. The law of conservation of momentum states that if the net external force acting on a system is zero, then its linear momentum remains constant. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് നമുക്ക് എന്താണെന്നൊന്ന് നോക്കാം.
അപ്പോൾ കൊളീഷൻ്റെ ടൈമിൽ രണ്ട് ബോളുകൾ, ഇവിടെ രണ്ട് ബോളുണ്ട്, M1 എന്നൊരു ബോളും M2 എന്നൊരു ബോളും. ഇത് രണ്ട് തമ്മിൽ കൂട്ടിയിടിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ കൂട്ടിയിടിക്കുകയാണെങ്കിൽ the total momentum of a physical system always remains constant, or the total momentum before collision must be equal to total momentum after collision. ഈ കൊളീഷന്റെ കേസിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ജനറലി നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിച്ചത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം സ്റ്റേറ്റ് ദാറ്റ് ഇഫ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി സിസ്റ്റം ഈസ് 0 then ലീനിയർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഒരു കൊളീഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലീനിയർ മൊമെന്റം ഇനീഷ്യൽ മൊമെന്റം തന്നെയാണ് ഫൈനൽ മൊമെന്റം എന്ന് പറയുമ്പോൾ the total momentum before collision must be equal to total momentum after collision. അപ്പം നമുക്കിവിടെ ഒരു കൊളീഷൻ നോക്കാം. രണ്ട് ബോളാണ് ഇവിടെ, രണ്ട് ബോള്. ഫസ്റ്റ് ബോളിന്റെ മാസ് M1 എന്നും രണ്ടാമത്തെ ബോളിന്റെ മാസ് M2 എന്നും ഞാൻ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബോൾ U1 വെലോസിറ്റിയിൽ വരികയാണ്, സെക്കൻഡ് ബോൾ U2 വെലോസിറ്റിയിലാണ് പോകുന്നത്. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത്, ഫസ്റ്റ് ബോളിന്റെ ഇനീഷ്യൽ മൊമെന്റം M1 U1, സെക്കൻഡ് ബോളിന്റെ ഇനീഷ്യൽ മൊമെന്റം M2 U2. പക്ഷേ ഈ U1 ഇതിനെക്കാട്ടിലും U2-നെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഈ M1 അവസാനത്തിൽ വന്ന് ഇടിക്കും, കുറച്ച് കഴിഞ്ഞത് ഇതിൽ വന്ന് ഇടിക്കും. അങ്ങനെ ഒരു കൊളീഷൻ നടന്നു, അറ്റ് കൊളീഷൻ. അപ്പോൾ M1 M2 കൂടി കൂട്ടിമുട്ടി. അപ്പോൾ ഈ കൂട്ടിമുട്ടിയത് കൊണ്ട് അല്ലേ, ആദ്യം U1-ലായിരുന്നു M1 സഞ്ചരിച്ചത്, M2 U2-ലായിരുന്നു. ഈ കൂട്ടി ഇടിച്ചതുകൊണ്ട് കുറച്ച് മൊമെന്റം ട്രാൻസ്ഫർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കും അല്ലെ. ആദ്യത്തെ ഉണ്ടായിരുന്ന വെലോസിറ്റിയിലായിരിക്കില്ല ഇപ്പൊ രണ്ടാമത് സഞ്ചരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഇനീഷ്യൽ വെലോസിറ്റി U1-ഉം U2 ആയിരുന്നു, അതെന്തായിട്ട് മാറി V1-ഉം V2 ആയി. പക്ഷേ ലോ ഓഫ് കൺസർവേഷൻ ഇവിടെ വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവാം, ബട്ട് ടോട്ടൽ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്. മീൻസ് ഇവിടുത്തെ ആദ്യത്തെ ഇനീഷ്യൽ വെലോസിറ്റി ഫസ്റ്റിന്റെ M1 U1, രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ M2 U2. അപ്പൊ ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത് M1 U1 പ്ലസ് M2 U2. ഇനി രണ്ടാമത്തെ കേസിൽ ഇടി കഴിഞ്ഞപ്പോൾ ഇതിന്റെ മൊമെന്റ് M1 V1 ആയി, ഇതിന്റെ മൊമെന്റ് M2 V2. ഈ ഇൻഡിവിജ്വൽ മൊമെന്റൊക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഇതിന്റെ ടോട്ടൽ മൊമെന്റം M1 V1 പ്ലസ് M2 V2 എന്ന് പറയുന്നത് അതിന്റെ ഇനീഷ്യൽ ടോട്ടൽ മൊമെന്റം ആയിട്ടുള്ള M1 U1 പ്ലസ് M2 U2-നോട് തുല്യം. അതാണ് ഇതിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് നമ്മൾ പറയും. പിന്നെ ഒന്ന് വായിച്ചോ, അതായത് ഇവിടുത്തെ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് ടോട്ടൽ മൊമെന്റ് P is equal to M1 U1 പ്ലസ് M2 U2. അപ്പോൾ കൊളീഷനൊക്കെ നടന്നിട്ട് ഈ U2 ഒക്കെ മാറിയെങ്കിലും ആഫ്റ്റർ ദി കൊളീഷൻ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് M1 V1 പ്ലസ് M2 V2. ഇത് തന്നെയായിരിക്കും M1 which is equal to M1 U1 plus M2 U2. എനിക്ക് പറഞ്ഞാൽ M1 U1 plus M2 U2 is equal to M1 V1 plus M2 V2. Let the force acting on the mass M1 applied by M1 be F12 and the force acting on the mass M2 applied by M1 is F21. From the Newton's second law of motion, force equal to change in momentum by time. F12 നമ്മൾ കാണുകയാണെന്ന് വിചാരിക്കുക. F12 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മാസ് M1 ബൈ M2. ഇവിടെ M2 എന്നാണ് വേണ്ടത്, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, M1 എന്നാണ് എഴുതിയിരിക്കുന്നത്, M2 എന്നാണത്. That is F12. Similarly, the force acting on the mass M2 applied by M1, that is F21. So force എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. അപ്പോൾ F12 എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് M1 ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ M1-ന് എങ്ങനെയാണ് ചേഞ്ച് വന്നത്? അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U1 ആയിരുന്നു, ഇടി കൊണ്ടു കഴിഞ്ഞപ്പോൾ അത് ഫൈനൽ വെലോസിറ്റി V1 ആയി. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് M1 V1 മൈനസ് M1 U1. ഇതാണ് ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് നമുക്ക് കിട്ടും. അതുപോലെ രണ്ടാമത്തെ പാർട്ടിക്കിൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി U2 ആയിരുന്നു, ഫൈനൽ വെലോസിറ്റി V2 ആയിരുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം M2 V2 മൈനസ് M2 U2 ഡിവൈഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള F21 കിട്ടും.
Since F12 and F21 are action and reaction pairs produced during the collision, applying Newton's third law of motion, for every action there is an equivalent opposite reaction. അപ്പോൾ നമുക്ക് പറയേണ്ടി വരും അല്ലേ, F12 എന്ന് തന്നെയാണ് F21, പക്ഷെ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആയിരുന്നു. സോ F12 ഈസ് ഈക്വൽ ടു F21 വിത്ത് എ മൈനസ്. അപ്പോൾ നമ്മൾ ആ നേരത്തെ ഇവിടെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് എന്താണ് F12, M1V1 മൈനസ് M1U1 ബൈ ടി. F21 എന്ന് പറയുന്നത് M2V2 മൈനസ് M2U2 ബൈ ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് M1V1 മൈനസ് M1U1 ഡിവൈഡ് ബൈ ടി വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് നെഗറ്റീവ് ഉണ്ട്. ന്യൂട്ടൺസ് ലോ പറയുന്നത് F12 തന്നെയായിരിക്കും F21, പക്ഷെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, ഓപ്പോസിറ്റ് ആയിരിക്കും. ആ ഡയറക്ഷൻ കാണിക്കുക ഇവിടെ നെഗറ്റീവ്. സോ M1V1 മൈനസ് M1U1 by t which is equal to M2V2 minus M2U2 divided by t with a negative sign. അപ്പോൾ ടി ഇവിടെ വെട്ടിപ്പോയി. ഈ മൈനസ് നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ M2 മൈനസ് M2V2 പ്ലസ് M2U2 വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ M1V1 മൈനസ് M1U1 which is equal to മൈനസ് M2V2 പ്ലസ് M2U2. അപ്പോൾ നമ്മൾ ഈ മൈനസ് ഉള്ളത് സമത്തിൻ്റെ പ്രതീകം ഉണ്ടായാൽ പ്ലസ് ആവും, ഈ മൈനസ് ഉള്ള സമത്തിൻ്റെ പ്രതീകം ഇടുന്ന അതും പ്ലസ് ആവും. അപ്പോൾ നമ്മൾ മൈനസ് ഉള്ളതൊക്കെ സമത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ M1U1 പ്ലസ് M2U2 വിച്ച് ഈസ് ഈക്വൽ ടു M1V1 പ്ലസ് M2V2. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദിസ് ഈസ് M1U1 പ്ലസ് M2U2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. M1V1 പ്ലസ് M2V2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ, which means total momentum before collision which is equal to total momentum after the collision. So this is law of conservation of momentum in terms of collision. In the collision of two masses, the momentum of the system is conserved if the external force acting on the system is zero. External force ഒന്നും ഇല്ലെങ്കിൽ momentum is always conserved, which means total momentum before collision which is equal to total momentum after the collision. Next is recoil of the gun. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് നമ്മളൊരു ബുള്ളറ്റ് ഫയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക ഗണ്ണിൽ നിന്ന്. ഇത് ഫയർ ചെയ്യുമ്പോൾ ഈ ബുള്ളറ്റിന് ഒരു വെലോസിറ്റി ഉണ്ട്, അത് പുറത്തേക്ക് ഇജക്റ്റ് ചെയ്തു പോകും. അപ്പോൾ ഈ ബുള്ളറ്റിൽ നല്ലൊരു ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അത് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂട്ടൺസ് ലോ പറയുന്നതിനനുസരിച്ച് ഏതൊരു പ്രവർത്തനത്തിനും, അതായത് ബുള്ളറ്റ് ഇജക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രവർത്തനമാണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു പ്രതിപ്രവർത്തനം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ബുള്ളറ്റ് പുറത്തേക്ക് തെറിക്കുമ്പോൾ അതേ ഒരു ഫോഴ്സ്, ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും റിയാക്ഷനായിട്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, ഫയർ ചെയ്ത ഗണ്ണ് ഒന്ന് പുറകിലേക്ക് തള്ളും, പുറകിലേക്ക് ഒന്ന് ജർക്കി. അതിനാണ് നമ്മൾ റീകോയിൽ ഓഫ് ദി ഗൺ എന്ന് പറയുക. ദ ബാക്ക്വേർഡ് മൂവ്മെന്റ് ഓഫ് ദി ഗൺ ആഫ്റ്റർ എ ഫയറിങ്, ദാറ്റ് ഈസ് റീകോയിൽ ഓഫ് ദി ഗൺ. നമ്മുടെ സാധാരണ ചെറിയ ഗണ്ണാകുമ്പോഴൊന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ബോഫേഴ്സ് അതുപോലെയുള്ള പീരങ്കിയൊക്കെ അതിൻ്റെ ഷെല്ല് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പീരങ്കി വന്നിങ്ങനെ റീകോയിൽ ചെയ്തിട്ട് നിലത്തിങ്ങനെ ഇടിക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ബോഫേഴ്സ് ഫയർ ചെയ്തിട്ട് ആ ബോഫേഴ്സ് ഇത് നിലത്ത് വന്ന് ഇടിച്ചിട്ട് അവിടെ ഒരു കുഴിയായി ഉണ്ടാവും, ഫയർ ചെയ്ത സ്ഥലം ഒരു കുഴിയായി ഉണ്ടാവും. അപ്പം അത്രയും ഫോഴ്സിൽ അത് റീകോയിൽ ചെയ്യും. അപ്പം അതൊരു തേർഡ് ലോയുടെ ഒരു ഇതാണ്. The backward motion of the gun when a bullet fired from it is called recoil of the gun. The backward motion of a gun when a bullet is fired from it is called the recoil of the gun.
അപ്പോൾ ഇവിടെയും ഇത് ശരിയാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ശരിയാണ്. ദ ടോട്ടൽ മൊമെന്റം ഓഫ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് ബിഫോർ ഫയറിംഗ് ഈസ് സീറോ. കാരണം എന്താ, ഫയർ ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പ് ഗണ്ണും വെറുതെ ഇരിക്കുകയായിരുന്നു, ഗണ്ണിന്റെ ഉള്ളിലെ ബുള്ളറ്റും വെറുതെ ഇരിക്കുകയായിരുന്നു, രണ്ടിനും വെലോസിറ്റി ഇല്ല. അപ്പോൾ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് അല്ലേ, ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു സീറോ. Since no external force acting on the gun and the bullet, the momentum should be conserved. നമ്മൾ ഫയർ ചെയ്തു, അപ്പോൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് തെറിച്ചു, അതിനൊരു വെലോസിറ്റി ഉണ്ട്, ബുള്ളറ്റിന് ചെറിയൊരു മാസ് ഉണ്ട്, അപ്പോൾ അതിനൊരു മൊമെന്റം ഉണ്ട്. അപ്പോൾ നമുക്ക് പറയേണ്ടി വരും ബിഫോർ ഫയറിംഗ് മൊമെന്റം ഈസ് സീറോ, ആഫ്റ്റർ ഫയറിംഗ് ദർ എക്സിസ്റ്റ് എ മൊമെന്റം എന്ന് പറയേണ്ടി വരും. അത് പറ്റില്ല. ബിഫോർ കൊളീഷൻ അല്ലെങ്കിൽ ടോട്ടൽ മൊമെന്റം ബിഫോർ ആൻ ഇവന്റ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ദി ഇവന്റ്. അപ്പൊ ഇത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുന്നിലേക്ക് പോകാനുള്ള ഒരു വി ബി, ബുള്ളറ്റിന്റെ വെലോസിറ്റിയാണ് വി ബി. അപ്പൊ എം ഇൻറ്റു വി ബി എന്ന് പറയുന്നതാണ് മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ് ആഫ്റ്റർ ദി ഫയറിംഗ്. അപ്പോ തീർച്ചയായിട്ടും ഈ ഗണ്ണിനൊരു മൊമെന്റം ഉണ്ടാവും. എങ്ങനെ? ഈ ബുള്ളറ്റിന്റെ മൊമെന്റം ക്യാൻസൽ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മൊമെന്റം ഈ ഗണ്ണിനുണ്ടാവും. അതായത് ഗണ്ണ് പുറകോട്ട് വരും, അതിനൊരു മൊമെന്റം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഗണ്ണിന്റെ വെലോസിറ്റി വി ജി ആണെങ്കിൽ, ഗണ്ണിന്റെ മാസ് എം ജി ആണെങ്കിൽ എം ജി ഇൻറ്റു വി ജി എന്നുള്ളൊരു മൊമെന്റം ഗണ്ണിനും കിട്ടും. പക്ഷെ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് എം ജി ഇൻറ്റു വി ജി പ്ലസ് എം ബി ഇൻറ്റു വി ബി, അതായത് ബുള്ളറ്റിന്റെ മാസ് ഇൻറ്റു ബുള്ളറ്റിന്റെ വെലോസിറ്റി. എം ജി ഇൻറ്റു വി ജി എന്ന് പറഞ്ഞാൽ ഗണ്ണിന്റെ മൊമെന്റം, എം ബി ഇൻറ്റു വി ബി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്റെ മൊമെന്റം. അപ്പൊ എം ജി ഇൻറ്റു വി ജി പ്ലസ് എം ബി ഇൻറ്റു വി ജി എന്ന് പറയുന്നത് സീറോ ആയി. കാരണം ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ, ബിഫോർ ഫയറിംഗ് സീറോ ആയതുകൊണ്ട് ഇത് രണ്ടും കൂടി കൂട്ടിയാലുള്ള മൊമെന്റം, ദാറ്റ് ഈസ് മൊമെന്റം ആഫ്റ്റർ ദി ഫയറിംഗ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ദി ഫയറിംഗ് ഷുഡ് ബി ഈക്വൽ ടു സീറോ. എന്താണ് അതിന് കാരണം? ബുള്ളറ്റിന് ഒരു മൊമെന്റം കിട്ടി, അതേ മൊമെന്റം തന്നെയാണ് ഗണ്ണിനും കിട്ടുന്നത്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അതുകൊണ്ട് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ദി ഫയറിംഗ് എന്ന് പറയുന്നത് സീറോ ആണ്. പക്ഷെ ഇൻഡിവിജ്വലി ഗണ്ണും ബുള്ളറ്റും എടുത്ത് നോക്കുമ്പോൾ അതിന് വ്യത്യസ്ത രീതിയിലുള്ള ഇൻഡിവിജ്വലി എടുത്ത് നോക്കുമ്പോൾ അതിന് മൊമെന്റം ഉണ്ട്, പക്ഷെ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് മാത്രം. സോ ആഫ്റ്റർ ദി ഫയറിംഗ് ദ ബുള്ളറ്റ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി പ്രൊഡ്യൂസിങ് മൊമെന്റം ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോൾ ബുള്ളറ്റിന് ഫോർവേഡ് ഡയറക്ഷനിൽ ഒരു മൊമെന്റം ഉണ്ടാവും. To balance the momentum change, the gun move backward with a velocity such that the total momentum is equal to zero. ഗണ്ണ് ഫ്രണ്ടിലേക്ക് ഏത് മൊമെന്റത്തിലാണോ പോകുന്നത് അതേ മൊമെന്റത്തിൽ ഗണ്ണ് ബാക്കിലേക്ക് വരും, such that the total momentum is equal to zero. Let mg എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് ദി ഗൺ, എം ബി മാസ് ഓഫ് ദി ബുള്ളറ്റ്. ഗണ്ണിന്റെ മാസ് വലുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എം, ബുള്ളറ്റിന്റെ മാസ് ചെറുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്മോൾ ലെറ്റർ എം ഉപയോഗിക്കുന്നത്. ലെറ്റ് എം ജി ആൻഡ് എം ബി ആർ ദ മാസ് ഓഫ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് റെസ്പെക്റ്റീവ്ലി. സപ്പോസ് എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം ദി ഗൺ വിത്ത് എ വെലോസിറ്റി വി ബി ആൻഡ് ഗൺ റീകോയിൽ വിത്ത് എ വെലോസിറ്റി വി ജി. അതായത് ബുള്ളറ്റിന്റെ ചെറുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വി ബി, ബുള്ളറ്റിന്റെ വെലോസിറ്റി വി ബി എന്നും ഗണ്ണിന്റെ വെലോസിറ്റി വി ജി എന്നും റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഈക്വൽ ടു സീറോ. എന്താ കാരണം? ഫയർ ചെയ്യുന്നതിന് മുമ്പ് തോക്കും വെറുതെ ഇരിക്കുകയായിരുന്നു, ബുള്ളറ്റും വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വെലോസിറ്റി രണ്ടും സീറോ ആയതുകൊണ്ട് മൊമെന്റം സീറോ. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ദി ഫയറിംഗ് അല്ലേ, ഗണ്ണിന്റെ മൊമെന്റം പ്ലസ് ബുള്ളറ്റിന്റെ മൊമെന്റം, ദാറ്റ് ഈസ് എം ജി വി ജി പ്ലസ് എം ബി വി ബി. സോ ദിസ് ഈസ് ദ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ദി. ബട്ട് ആസ് പെർ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, total momentum after firing must be equal to total momentum before firing. അല്ലേ, total momentum before firing should be equal to total momentum after firing. So ഇത് രണ്ടും തുല്യമായിരിക്കും, which means mgvg plus mbvb is equal to 0. ഇത് നമ്മൾ സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ mgvg which is equal to minus mbvb or vg, vg means velocity of the of the gun. ഗണ്ണ് എത്ര വെലോസിറ്റിയിൽ പുറകിലേക്ക് വരും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. മൈനസ് എം ബി വി ബി ഡിവൈഡ് ബൈ എം ജി. ഈ എം ബി എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ബുള്ളറ്റ്, വി ബി വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി ഗൺ. ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് സൈൻ വരാൻ കാരണം ഈ വി ജി എന്ന് പറയുന്നത് വി ബിയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് കാണിക്കാനാണ് ഈ നെഗറ്റീവ് സൈൻ വരുന്നത്.
സോ ഒരു ഗണ്ണ് പുറകിലേക്ക് വരും. എത്ര വെലോസിറ്റിയിൽ വരും? മാസ് ഓഫ് ദി ബുള്ളറ്റ് എന്ന് പറയുന്നത് mb ആണെങ്കിൽ, വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് vb ആണെങ്കിൽ, മാസ് ഓഫ് ദി ഗൺ mg ആണെങ്കിൽ, mb സ്മോൾ ലെറ്റർ mb vb ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ mg, whatever may be the amount, that much speed, that much velocity it will move backward. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അല്ലേ, നമ്മൾ കാണാൻ പട്ടാളക്കാർ ഫയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഗണ്ണിന്റെ പാത്തി അവരുടെ ചെസ്റ്റിൽ ഇങ്ങനെ മുട്ടി ഫയർ ചെയ്യുക. അപ്പം എന്താ സംഭവിക്കുന്നത്? ഫയർ ചെയ്യുമ്പോൾ ബാക്ക്വേർഡ് ജർക്കിങ് ഉണ്ടാവും. അപ്പോൾ അവരുടെ നെഞ്ചത്ത് നിന്നിട്ട് ഇങ്ങനെ അവർക്ക് അത് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവർ ഫയർ ചെയ്യുമ്പോൾ പല പൊസിഷനിൽ നിൽക്കുന്നത്. കാരണം ആ പ്രത്യേക പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് ആ ബാലൻസ്, ആ ബാക്ക്വേർഡ് മൂവ്മെന്റ് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ മുഖത്തിന് നേരെ പിടിച്ച് ഫയർ ചെയ്താൽ എന്താണ്, നേരെ വന്ന് തോക്കൊന്ന് മൂക്ക് മേടിക്കും. അതുകൊണ്ടാണ് അവർ കിടന്നിട്ടുള്ള പൊസിഷൻ, നിന്നിട്ടുള്ള പൊസിഷൻ, ആ പൊസിഷന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ പൊസിഷൻ പ്രോപ്പർ അല്ലെങ്കിൽ തോക്കൊന്ന് ഇടിക്കും. So the negative sign shows that the direction recoil velocity of the gun is opposite to the direction of velocity of the bullet. അപ്പോൾ ബുള്ളറ്റിന്റെ ഡയറക്ഷൻ എന്താണോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും വെലോസിറ്റി ഓഫ് ദി ഗൺ. നെക്സ്റ്റ് ഈസ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പരീക്ഷയ്ക്ക് വരുമോ വരില്ല എന്നുള്ളതല്ല പ്രശ്നം. റോക്കറ്റ് പ്രൊപ്പൽഷൻ എങ്ങനെയാണ് റോക്കറ്റ് പോവുക? ഇതൊന്നും വായിക്കുന്നതിനെക്കാട്ടും മുമ്പ് തന്നെ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും. റോക്കറ്റ് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യും. ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്യൂവല് കത്തിയിട്ട് അതിൽ നിന്നും അല്ലേ ഒരുപാട് വാതകങ്ങൾ ഒരു ചെറിയ നോസിൽ വഴി പുറത്തേക്ക് ശക്തിയായിട്ട് ഇജക്റ്റ് ചെയ്യണുണ്ടാവും. നല്ല സ്പീഡിൽ ഇതിൽ ഇജക്റ്റ് ചെയ്യും. അപ്പം ആ ഗ്യാസ് താഴത്തേക്ക് വരുന്ന ഒരു വെലോസിറ്റിയിലാണ്, ഗ്യാസ് താഴത്തേക്ക് വരുന്ന ഒരു മൊമെന്റത്തിലാണ്. അപ്പം താഴത്തേക്ക് ഒരു മൊമെന്റം ഉണ്ട്. അതേ മൊമെന്റം ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ച് റോക്കറ്റിലേക്ക് ഇത് കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ താഴത്തേക്ക് വരുന്ന ആ ഇജക്റ്റ് ചെയ്യുന്ന ഗ്യാസിന്റെ മൊമെന്റം എന്താണോ അതേ മൊമെന്റം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റോക്കറ്റിലേക്ക് ഇത് കൊടുക്കുന്നുണ്ടാവും. സോ റോക്കറ്റ് വിൽ മൂവ് അപ്വേർഡ്, ഗ്യാസ് വിൽ മൂവ് ഡൗൺവേർഡ്, റോക്കറ്റ് വിൽ മൂവ് അപ്വേർഡ് ആൻഡ് ഗ്യാസ് വിൽ മൂവ് ഡൗൺവേർഡ്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ന്യൂട്ടൺസ് തേർഡ് ലോ ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ്. ബിഫോർ ഫയറിങ് റോക്കറ്റും വെറുതെ ഇരിക്കുകയായിരുന്നു അല്ലേ? ബിഫോർ ഫയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ ഇഗ്നൈറ്റിംഗ് റോക്കറ്റും വെറുതെ ഇരിക്കുകയായിരുന്നു, അതിൻ്റെ ഉള്ളത്തെ ഫ്യൂവലും വെറുതെ ഇരിക്കുന്നു. ആഫ്റ്റർ ഇഗ്നൈറ്റിംഗ് ഫ്യൂവല് കത്തിയിട്ട് അതിൻ്റെ ഗ്യാസ് ശക്തിയായി ന്യൂസിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ വരുന്ന മൊമെന്റം എന്താണോ അത് റോക്കറ്റിലേക്ക് കിട്ടും. സോ ഇറ്റ് വിൽ മൂവ് അപ്പ്. Rockets are used to launch artificial satellites and space shuttles, deliver explosive to warheads to their targets, and also for human space flight and scientific exploration of outer space. റോക്കറ്റ് ഒരുപാട് ഉപയോഗങ്ങൾ ഉള്ളതാണ്. അതിൻ്റെ ഉപയോഗങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയത്. The principle behind rocket propulsion is the law of conservation of momentum. The external force on the rocket is zero and effect of gravity is neglected. The linear momentum of the rocket including its fuel conserved throughout the motion. അതായത് ഗ്രാവിറ്റി നെഗ്ലക്ട് ചെയ്യുമെന്ന് പറയാൻ തുടക്കത്തിൽ ഗ്രാവിറ്റി ഉണ്ടാവും കേട്ടോ. ഇത് റോക്കറ്റ് കത്തിക്കുന്ന സമയത്ത് ഗ്രാവിറ്റി ഉണ്ടാവും. അപ്പോൾ കത്തിച്ചത് അറ്റ്മോസ്ഫിയർ ക്രോസ് ചെയ്യുന്നവരെ നല്ലോണം ഇന്ധനം കത്തണം. അപ്പോൾ തുടക്കത്തിൽ നന്നായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും റോക്കറ്റ് പ്രൊപ്പൽ ചെയ്യുന്നു. ആ സമയത്ത് അവിടെ ഭയങ്കര ഇഗ്നേഷനും പുകയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് കുതിച്ചിങ്ങനെ സ്പേസിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്ന് അത് പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഇഗ്നീഷൻ കൊണ്ട് തന്നെ അത് കുറേ സഞ്ചരിക്കാൻ പറ്റും. കാരണം വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഈസ് നെഗ്ലക്റ്റഡ് എന്ന് പറയുന്നത്. കാരണം ഭൂമിയുടെ പരിധി കഴിഞ്ഞിട്ട് അത് കുറേ ദൂരം സഞ്ചരിക്കും. ആ സമയത്ത് ഗ്രാവിറ്റി ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വേറെ തെറ്റിദ്ധരിക്കുന്നത്. The linear momentum of the rocket including the fuel is conserved throughout the motion. The initial momentum of the rocket on its launching pad is zero. Initial momentum of the rocket in the launching pad. അല്ല, ലോഞ്ചിങ് പാഡിൽ അതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ മൊമെന്റം സീറോ ആണ്. പക്ഷെ നമ്മളത് ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ റോക്കറ്റ് ഈസ് ലോഞ്ച്ഡ് the fuel is continuously burned and hot gas are ejected out in the downward direction with high velocity. ഹൈ വെലോസിറ്റിയിൽ
ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഈ ഗ്യാസ് ഇഞ്ചെക്ട് ചെയ്യും. ദിസ് ക്രിയേറ്റ് എ മൊമെന്റം ചേഞ്ച് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഈ ഗ്യാസിന് ഒരു മൊമെന്റം ഉണ്ട്. ടു ബാലൻസ് ഇറ്റ്, ദ റിമൈനിങ് മാസ് ഓഫ് ദി റോക്കറ്റ് മൂവ്സ് അപ്വേർഡ് ഡയറക്ഷൻ. ഈ ഗ്യാസ് താഴത്തേക്ക് വരുമ്പോഴുള്ള മൊമെന്റം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി റോക്കറ്റിന് എന്തേ പറ്റൂ? അത് അപ്വേർഡ് ഡയറക്ഷനിൽ. ന്യൂട്ടൺ തേർഡ് ലോ ഓഫ് മോഷൻ ക്യാൻ ആൾസോ ബി യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾ ഓഫ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. അതായത് ഇവിടേക്ക് താഴത്തേക്ക് വരുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത് ഒരു റിയാക്ഷൻ ആണ്. റോക്കറ്റ് ഈസ് എ വേരിയബിൾ മാസ് സിസ്റ്റം because its mass decreases over the time as a result of fuel propellant burning off. ഈ റോക്കറ്റിന്റെ ഒരു പ്രശ്നമുണ്ട്, പ്രശ്നമല്ല, റോക്കറ്റിന്റെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ റോക്കറ്റിന് നല്ല ഭാരമായിരിക്കും. കാരണം ഭൂമിയിൽ നിന്ന് ഇത് പൊന്തണമെങ്കിൽ നല്ലോണം ഫ്യൂവല് കത്തിക്കണം. അപ്പൊ ചിലപ്പോൾ റോക്കറ്റിന്റെ താഴ്ഭാഗത്ത് വേറെ ചെറിയൊരു 4 ചെറിയ റോക്കറ്റുകൾ ഉണ്ടാവും. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ ഒരു റോക്കറ്റിന്റെ ചിലപ്പോൾ 4-5 റോക്കറ്റ് കത്തിയിട്ടുണ്ടായിരിക്കും. അതിന്റെ തുമ്പത്ത് ഒരു റോക്കറ്റ് ഉണ്ടാവുള്ളൂ, പക്ഷെ താഴത്തെ ഒരു 3-4 റോക്കറ്റ് ഒക്കെ ഉണ്ടാവും. റോക്കറ്റ് എഞ്ചിൻ പോലത്തെ സാധനങ്ങളുണ്ടാവും. അപ്പൊ അത് കത്തും. അപ്പൊ അത് ചിലപ്പോൾ ഭൂമിയുടെ ആകർഷണ പരിധി കഴിയുന്നത് വരെ പോകാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഈ 3-4 സെൽസുകൾ ഒരുമിച്ച് കത്തുന്നത്. അത് കഴിഞ്ഞാൽ അത് അടർത്തി വിടും. അതിന്റെ മുകൾ ഭാഗം മാത്രം, കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഈ ഫ്യൂവല് കത്തിക്കഴിഞ്ഞാൽ ആ ഭാഗം അടർത്തി വിടും. അപ്പോൾ റോക്കറ്റിന്റെ മാസ് കുറഞ്ഞു. അപ്പോൾ ഈ റോക്കറ്റ് കത്തുന്തോറും അതിന്റെ മാസ് കുറഞ്ഞു, കാരണം ഫ്യൂവല് കത്തുന്തോറും അതിന്റെ മാസ് കുറഞ്ഞു വരും. പിന്നെ ഒരു റോക്കറ്റ് എന്ന് പറയുന്നത് സ്പേസ് ഷട്ടിലെ ഒരു റോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് അല്ല ഉണ്ടാവും, മൾട്ടി സ്റ്റേജ് ആണ് ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, അങ്ങനെ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ഇഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഹെവി മാസ് ആയിരിക്കും. അങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുന്തോറും ഈ റോക്കറ്റിന്റെ സ്റ്റേജ് മാറും തോറും അതിന്റെ മാസ് കുറഞ്ഞു വരും. സോ റോക്കറ്റ്, അതാണ് പറയുന്നത്, റോക്കറ്റ് ഈസ് എ വേരിയബിൾ മാസ് സിസ്റ്റം ബിക്കോസ് ദ മാസ് ഡിക്രീസസ് ഓവർ ടൈം ആസ് ദ റിസൾട്ടന്റ് ഓഫ് ഫ്യൂവൽ പ്രൊപ്പല്ലന്റ് ബേണിംഗ് ഓഫ്. ഇത് ബേൺ ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ മാസ് കുറഞ്ഞു വരും. ആസ് എ റോക്കറ്റ് മൂവ്സ് അപ്പ് ഇറ്റ് മാസ് ഡിക്രീസസ് ആൻഡ് ഹെൻസ് വെലോസിറ്റി ഇൻക്രീസസ്. അല്ലേ? മാസ് കുറയാണ്, മാസ് കുറഞ്ഞു വരുമ്പോൾ ഇന്ധനം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ധനം ഒരേ റേറ്റിൽ കത്തുന്നു, പക്ഷെ മാസ് കുറയുന്നു. അപ്പോൾ അതിന്റെ സ്പീഡ് കൂടി വരുന്നു. The velocity of the rockets can further increase by using multi-stage rockets instead of single-stage rockets. അതാണ് ഞാൻ പറഞ്ഞത്, മൾട്ടി-സ്റ്റേജ് റോക്കറ്റ്സ് ആണ് നമ്മൾ പ്രൊപ്പ ഉപയോഗിക്കുക. പല സ്റ്റേജുകൾ കഴിയുന്തോറും ഇത് ഇങ്ങനെ അതിൻ്റെ കത്തിക്കഴിഞ്ഞ ഭാഗങ്ങൾ അത് ഡിറ്റാച്ച് ചെയ്തു. A multi-stage rocket has 2 or more rocket stages. Each stage has its engine and propellant. If one stage is burned completely, it will fall off from the rocket. Hence the mass of the rocket decreases and the velocity increases considerably. Next, impulse. എന്താണ് ഇമ്പൾസ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം. അതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. നമ്മൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഒരു ഫാസ്റ്റ് ബോളർ ഒന്ന് ബോൾ ചെയ്യാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ബാറ്റ്സ്മാൻ കയറി വന്ന് ഒരൊറ്റ പടപടക്കുകയാണ്, അല്ലേ? ഒന്നോട് കയറി വന്ന് ഒരൊറ്റപ്പെട ഫാസ്റ്റ് ബോളിംഗ് ആണ്. ഫാസ്റ്റ് ബോളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 140 മേലേക്ക് ആയിരിക്കും സ്പീഡ്. അയാൾ കയറി വന്ന് ഒരൊറ്റപ്പെട അപ്പോൾ പറന്നുപോയി 6 ആയി. അപ്പോൾ ഇതെന്താണ് സംഭവിച്ചത്? ശരിക്കും ബോൾ നല്ല സ്പീഡിൽ വരികയായിരുന്നു, പക്ഷെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പറന്നുപോയി 6 ആയി. എന്താ അവിടെ സംഭവിച്ചത്? ഈ ബാറ്റ്സ്മാൻ കയറി വന്ന് ബാറ്റ് കൊണ്ട് ഓങ്ങിയൊരു പെട്ട. അത് വെച്ച് കഴിഞ്ഞാൽ ആ ബാറ്റിൽ അയാൾ വീശി അടിക്കുന്ന സമയത്ത് ഈ ബാറ്റിന് നല്ലൊരു മൊമെന്റം വന്നിട്ടുണ്ടാവും. അതായത് ആ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയ മൊമെന്റം വരെയെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ, ഇങ്ങനെ അയാൾ വീശും തോറും അതിന് ചേഞ്ച് ഇൻ മൊമെന്റം സംഭവിക്കുന്നുണ്ടാവും. അതിനർത്ഥം ആ ബാറ്റിൽ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള വലിയൊരു ഫോഴ്സ് ഇത് അടി കൊള്ളുന്ന ഭാഗം, അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ ഉള്ളൂ. ഈ ബോൾ വന്ന് ഈ ബാറ്റിൽ ഇടിക്കുന്ന സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ് പോലും ചിലപ്പോൾ ഉണ്ടാവില്ല, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇടി കഴിയുന്നുണ്ടാവും. അപ്പൊ ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ ഈ ബാറ്റിന്റെ മൊമെന്റം ഈ ബോളിലേക്ക് കിട്ടണം.
അല്ലെങ്കിൽ ഹ്യൂജ് ട്രാൻസ്ഫർ ഓഫ് ഫോഴ്സ് ഇൻ എ സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈം. അപ്പോൾ അതിനുണ്ടാകുന്ന ആ ബോളിനുണ്ടാകുന്ന ഇമ്പാക്റ്റിനെയാണ് നമ്മൾ ഇമ്പൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് പറന്നു പോയിട്ട് ഫിക്സ് ആയത്. സോ ഇമ്പൽസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം ഫോർ വിച്ച് ഫോഴ്സ് ആക്ട്. സോ ഇമ്പൽസ് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻറ്റു ടൈം, എഫ് ഇൻറ്റു ടി. പക്ഷേ ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ ടൈം എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. എ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ small interval of time, that is impulse. So impulse is nothing but the product of force and time. നമുക്കറിയാം ഈ എഫ് ഫോഴ്സ് ആസ് പെർ സെക്കൻഡ് ലോ എഫ് ഈക്വൽ ടു എം എ വിച്ച് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു. വി എന്ന് പറഞ്ഞ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടി. അപ്പോൾ ഇനി ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈം. സോ ഐ ഈക്വൽ ടു ഇതാണ് ഫോഴ്സ് അല്ലേ, ആ ഫോഴ്സ് ഇൻറ്റു ടൈം ചെയ്താണ്. അപ്പോൾ ഈ ടിയും വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് കിട്ടും എം ഇൻറ്റു വി മൈനസ് യു. അതെന്ന് പറഞ്ഞാൽ എം ബി മൈനസ് എം ഇ. എം ബി എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം, എം യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റം. സോ ഇമ്പൾസ് എന്ന് പറയുന്നത് ആക്ച്വലി ചേഞ്ച് ഇൻ മൊമെൻറ്റം തന്നെയാണ്. ഇമ്പൾസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ദിസ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒക്കേഴ്സ് ഇൻ സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈം. നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിക്കുന്നത് ആലോചിച്ചാണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം തന്നെയാണ് ഇമ്പൾസ്, രണ്ടും ഒന്ന് തന്നെയാണ്. ഇമ്പൾസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇമ്പൾസിന് ഇമ്പൾസ് എന്ന് പറയാനുള്ള കാരണം അതും ചേഞ്ച് ഇൻ മൊമെന്റ് തന്നെ പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാ പുതിയൊരു വാക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പൾസ് വിൽ ഒക്കർ ഇൻ എ ഷോർട്ട് ഓർ സ്മോൾ ഓർ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഓർ സ്മോൾ ഇന്റർവെൽ ഓഫ് ടൈം. വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് ഈസ് മെഷേർഡ് ആസ് എ ചേഞ്ച് ഇൻ മൊമെന്റം. നമ്മൾ പഠിച്ചു ഇമ്പൾസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് change in momentum of the body produced by the action of impulsive force. Examples of impulsive force are given below. Impulse is measured as change in momentum of the body produced by action of impulsive force. Kicking of a football. A footballer exerts a large force on the ball but only for very short interval of time. നമ്മൾ ഭയങ്കര ഫോഴ്സ് കുറേ സമയം കൊണ്ടാണ് കൊടുക്കുന്ന വെച്ചാൽ ബാൾ പതുക്കി വരുന്നുള്ളൂ. നമ്മൾ ഭയങ്കര ഫോഴ്സ് ഒറ്റടിയാണ് അടിക്കുന്ന വെച്ചാൽ ബോളാണ്ട് പറക്കണം അല്ലേ. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം തന്നെയാണ്, ബട്ട് ഇറ്റ് വിൽ ഒക്കർ ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. സ്ട്രൈക്കിംഗ് എ നെയിൽ വിത്ത് എ ഹാമർ. എന്താണ് സാധനം? നമുക്ക് വേണമെങ്കിൽ ഈ ചുറ്റി വെച്ച് ആണീനെ അങ്ങനെ നന്നായി പ്രസ് ചെയ്യാം. അതായത് വളരെ ശക്തിയിൽ നമുക്ക് പ്രസ് ചെയ്യാം, പക്ഷെ അത് കയറില്ല. പക്ഷെ അതേ ശക്തി കൊണ്ട് നമ്മൾ ഒറ്റയടി അടിക്കുന്ന വെച്ചാൽ ആണയായിട്ട് തുളഞ്ഞു കയറും. എന്താ കാരണം? നമ്മൾ ആദ്യം കൊടുത്തപ്പോൾ ഒരു 100 ന്യൂട്ടൺ ബലാണ് നമ്മൾ ആദ്യം ഇങ്ങനെ പ്രസ് ചെയ്യാണ്. ചുറ്റി വെച്ച് ആണിനെ ഇങ്ങനെ പ്രസ് ചെയ്യുക, ചുമരിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുക. 100 ന്യൂട്ടൺ ബലാണ് കൊടുത്തത്, അത് കയറില്ല. അതേ 100 ന്യൂട്ടൺ ബലം വെച്ചിട്ട് ഞാൻ ഒറ്റയടിയാണ് അടിച്ചു, ആണി കയറിയില്ല. എന്താ കാരണം? കാരണം അവിടെ ഒരുപാട് സമയം കൊണ്ടാണ് നമ്മൾ 100 ന്യൂട്ടൺ കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ 100 ന്യൂട്ടൺ ബലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആണി അത് കയറും. അതാണ് ഇമ്പൾസിന് ഇമ്പൾസ് തന്നെ കൊടുക്കാനുള്ള പേര് കൊടുക്കാനുള്ള കാരണം. അതാണ് ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ ഇറ്റ് വിൽ ഒക്കർ ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. നമ്മൾ എങ്ങനെയാണ് ആണിടിക്കുക? ഈ ചുറ്റി വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യണോ ചെയ്യുക? അല്ല, ഒറ്റടിയാണ്ട് കൊടുക്കും അല്ലേ. അതാണ് ഫോർ ഫിക്സിങ് എ നെയിൽ, ഹാമർ ഈസ് യൂസ്ഡ് ടു എക്സെപ്റ്റ് എ ലാർജ് ഫോഴ്സ് ഫോർ എ സ്മോൾ ടൈം. സ്ട്രൈക്കിംഗ് എ ബോൾ വിത്ത് ബാറ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. A momentary force exerted by bat changes the direction of ball in a small interval of time. Next is the review. നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നു. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. Objects in the motion tends to stay in motion and objects at rest tends to stay at rest unless acted by an external unbalanced force. അതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അല്ല. എന്താണ് പറയുന്നത്? വെറുതെ ഇരിക്കുന്ന വസ്തു സ്ഥിരമായി വെറുതെ ഇരുന്നുകൊണ്ടിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ചലിച്ചുകൊണ്ടേയിരിക്കും അൺലെസ് ഇതുവരെ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ഫോഴ്സ് ഈക്വൽസ് മാസ് ടൈംസ് ആക്സലറേഷൻ, F is equal to m into a. Third law, for every action there is an equal and opposite. ഇതാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്.